സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കടന്നാക്രമണങ്ങളിൽ സർക്കാർ തന്നെ വേട്ടക്കാരോടൊപ്പം നിൽക്കുക, സർക്കാരിന് താല്പര്യമുള്ളവരെ മുഴുവൻ സംരക്ഷിക്കുന്ന സമീപനമാണ്. രഞ്ജിത്തിൻ്റെയും സിദ്ദിഖിൻ്റെ കാര്യത്തിലും സർക്കാരിനൊന്നും അവകാശപ്പെടാനില്ല. സർക്കാർ എന്തെങ്കിലും നടപടിയെടുത്തതിൻ്റെ പേരിലല്ല ഈ രാജ്യം ഉണ്ടായിരിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ, സ്ത്രീ സമൂഹത്തിൻ്റെ, മാധ്യമങ്ങളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് രാജിവെക്കേണ്ടി വന്നത്. അല്ലാതെ ഗവൺമെൻറ് എന്തെങ്കിലും നടപടിയെടുക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവർ രാജിവെച്ചതല്ല. ഗവൺമെൻറ് ഒരു നടപടിയും എടുക്കില്ല എന്ന് അവർക്കെല്ലാം ഉറപ്പായിരുന്നു. കാരണം പോലീസിൽ പരാതി നൽകിയിട്ടും കേസ് ഒതുക്കുകയാണ് ചെയ്തത്. വാതോരാതെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നവർ, കേരളത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തുള്ള സ്ത്രീ വിമോചന കാര്യങ്ങൾ മുഴുവൻ സംസാരിക്കുന്നവർ, കേരളത്തിൻ്റെ അകത്ത് സ്ത്രീകൾ എങ്ങനെ പീഡിപ്പിക്കപ്പെട്ടാലും നടപടിയില്ല എന്നുള്ള സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ, വൃന്ദ കാരാട്ട് പോലും എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ പ്രശ്നത്തെ സമീപിച്ചത്. ബംഗാളിൽ നിന്നുള്ള ഇടതുപക്ഷ സഹയാത്രികയായ ഒരു ചലച്ചിത്ര നടി തനിക്കുണ്ടായ ദുരനുഭവം പരസ്യമായ പ്രതിഷേധമായി അവർ വ്യക്തമാക്കിയിട്ടും CPM-ന്റെ ഉന്നത വനിതാ നേതാവ് പ്രതികരിച്ചത് എന്താണെന്ന് നാം കണ്ടതാണ്. വളരെ ആസൂത്രിതമായി ഈ സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടുകൂടിയുള്ള നടപടികളാണ് എടുക്കുന്നത്. തങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത്. മുഖ്യമന്ത്രിയുടെ ധാർമ്മികതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യഘട്ടം മുതൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ പരസ്യമായി ന്യായീകരിച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെ ഒന്ന് ശാസിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല. പരസ്യമായ നിലപാട് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. മുഖ്യമന്ത്രിയാണ് ഏറ്റവും അപരിഷ്കൃതമായ, പ്രാകൃതമായ നിലപാട് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള കേസുകളിലെല്ലാം വിവരമറിഞ്ഞാൽ നടപടിയെടുക്കണം എന്നുള്ളതാണ്. പരാതി കൊടുത്തിട്ട് നടപടിയെടുക്കാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രിയാണ് ഇതിന് ഉത്തരവാദി. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒഴിയണം. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ കേരളത്തിൽ വരുന്നത്.